ഇന്ന് ഗുണ്ടുകളുടെ ഒരു ദിവസമായിരുന്നു. പടപടപടയെന്ന് 2-3 ഗുണ്ടുകളാണ് ഒരുമിച്ച് പൊട്ടിയത്. ഒരു ഗുണ്ട് ആഗോളതലത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഗുണ്ട് സംസ്ഥാന തലത്തിലാണ്, മൂന്നാമത്തെ ഗുണ്ട് ആത്മീയ തലത്തിലും. ഏതായാലും ഈ 3 ഗുണ്ട് പൊട്ടിക്കലുകൾ കണ്ടപ്പോൾ ഇന്ന് ഗുണ്ട് പൊട്ടിക്കലുകളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് പ്രധാനമായും 3 ഗുണ്ട് പൊട്ടിക്കലാണ് നടന്നത്. ഒരു ഗുണ്ട് പൊട്ടിക്കൽ ശരിക്കും ഒരു ഗുണ്ട് പൊട്ടുന്ന സ്ഫോടനാത്മകമായ രീതിയിലാണ് സംഭവിച്ചത്. നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ആരോ അജ്ഞാതർ ബോംബെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി. സ്വതവേ ക്ഷിപ്രകോപിയും വളരെ ടഫായിട്ടുള്ള നാക്കുമുള്ള ശോഭ ചേച്ചി അതിനെതിരെ ആഞ്ഞടിച്ചു. അതടിക്കുന്നതിന് മുമ്പ് തന്നെ പല മപ്രകളും അതിനേക്കാൾ വലിയ അടിയടിച്ചു. അജ്ഞാതനാണ് വന്നത്, തെളിവുകൾ കിട്ടിയിട്ടില്ല, പോലീസ് വലവിരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാറും അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ഉടൻ തന്നെ ആഞ്ഞടിക്കണമെന്നും പുള്ളിയും ആവശ്യപ്പെട്ടു. നമ്മുടെ പഴയ പ്രസിഡൻറ്റ് സാക്ഷാൽ സുരേന്ദ്രണ്ണനോ മുരളി അണ്ണനോ പ്രത്യേകിച്ച് ആരുമോ അങ്ങനെയൊന്നും പ്രതികരിച്ചില്ല. ഏതായാലും സംഗതി അങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുകയായിരുന്നു. ഞാനും ഒരല്പം ഞെട്ടലിലായിരുന്നു. ഇനി ഇതിന് പഹൽഗാം ഭീകരാക്രമണവുമായി എന്തെങ്കിലും ബന്ധം കാണുമോ, അതോ ഹമാസുകാരെങ്കിലും ആയിരിക്കുമോ, എന്താണ് സംഭവം എന്നിങ്ങനെ ഗൗരവമായിരിക്കുമ്പോഴാണ് അതൊരു ഏറുപടക്കമായിരുന്നു എന്നും അത് പൊട്ടിച്ചത് അയൽക്കാരനായിരുന്നു എന്നും ഒക്കെ അറിഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കലോട് പൊട്ടിക്കലാണ്. പിന്നെ 2 അടിക്കുന്ന ചേട്ടന്മാരുള്ള സ്ഥലമാണെങ്കിൽ ആദ്യം കിട്ടുന്ന കാശിന് 2 അടിച്ചിട്ട് പിന്നെ പൊട്ടിക്കാനുള്ള പടക്കവും വാങ്ങിച്ചുകൊണ്ട് വരും. വീടുകളിൽ ആഹാര സാധനങ്ങളില്ലെങ്കിലും ഈ പൊട്ടിക്കൽ വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. അതുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും സവിശേഷമായ ദിവസങ്ങളിൽ കണ്ട പൊട്ടിക്കൽ ഇപ്പോൾ എല്ലാ അവധി ദിവസങ്ങളിലുമുള്ളൊരു കാലമാണ്. ഏതായാലും അങ്ങനെ പടക്കം പൊട്ടിച്ച ഗുണ്ട് വേറൊരു തരത്തിലേക്ക് മാറി നനഞ്ഞങ്ങ് പോയി. രാവിലെ തന്നെ സന്ദീപ് വാര്യർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഏതായാലും മറ്റു പാർട്ടിക്കാരും ശോഭ ചേച്ചിയുടെ വീട്ടിലേക്ക് പടക്കമെറിയില്ലെന്നും അല്ലെങ്കിൽ ബോംബെറിയില്ലെന്നും, ചെയ്തെങ്കിൽ അത് BJPക്ക് അകത്തു നിന്നായിരിക്കുമെന്നും ഒക്കെ പ്രസ്താവന വന്നു. അങ്ങനെ ആകെ ആകാംക്ഷാഭരിതമായ അന്തരീക്ഷത്തിൽ അത് ബോംബായിരുന്നില്ല, പകരം പടക്കമായിരുന്നു എന്ന തരത്തിൽ അതങ്ങ് അവസാനിച്ചു. രണ്ടാമത്തെ ഗുണ്ട് ആഗോള ഗുണ്ടാണ്. ആ ഗുണ്ടിറക്കിയത് സാക്ഷാൽ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ട്രംപ് മച്ചമ്പി. ഇപ്പോൾ വലിയ വലിയ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് വലിയ ഭൂമിശാസ്ത്രവും ബൗദ്ധികവും അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള വിജ്ഞാന കോശകങ്ങളാണ്. കോശമല്ല, വിജ്ഞാന കോശകങ്ങൾ അവരാണ് ഭരിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു സംഭവമാണ്. ഇങ്ങ് ഏഷ്യയിലെ 2 വലിയ രാജ്യങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നു. ഒരു രാജ്യത്തിന് നേരെ ഭീകരാക്രമണം നടത്തി ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയാം, അവർ 2 പേരും നമ്മുടെ ഫ്രണ്ടാണ്. ഈ സംഭവത്തിന് 1500 വർഷത്തെ പഴക്കമുണ്ടത്രേ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. എല്ലാ ചരിത്രകാരന്മാരും പുസ്തകമെടുത്ത് താഴേക്കടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾക്ക്, കാശ്മീർ പ്രശ്നത്തിന് 1500 വർഷത്തെ പഴക്കമുണ്ടത്രേ. എനിക്കതിൽ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പുള്ളിയുമായി നെഗോഷിയേറ്റ് ചെയ്താൽ 10-100 കുറയ്ക്കും. ഒരു 200-250 വരെ പുള്ളി വിട്ടുവീഴ്ച ചെയ്യും. എന്തായാലും 1000-ൽ താഴെ പോവില്ല. അങ്ങനെ ട്രംപ് മച്ചമ്പി ചരിത്രപരമായ ഗുണ്ടടിച്ച് വലിയ നേട്ടം കൊയ്തു. മൂന്നാമത്തെ ഗുണ്ടടിച്ചത് നമ്മുടെ അമ്പലക്കടവ് ഹമീദ് ഫൈസിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുണ്ടെന്താണെന്ന് വെച്ചാൽ, ഈ സമസ്ത മുസ്ലിം ലീഗ് ഭിന്നത ഉണ്ടാക്കുന്നത് മുഴുവൻ മാധ്യമവും മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. വാദകം. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. സംഗതി ഈ കൊസ്രാക്കള്ളിയെല്ലാം ഒപ്പിക്കുന്നതിൽ സ്വന്തം പങ്ക് നന്നായി അറിയാവുന്ന ആളാണ് ഈ സന്ദർഭത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെയും മീഡിയ വണ്ണിനെയും അതുപോലുള്ളവരെയും പിടിച്ച് അതിൻ്റെ ഇടയ്ക്കിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളാരും ഇതിന് ഉത്തരവാദിയല്ല. ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതും തെറ്റിക്കുന്നതുമെല്ലാം ഈ കരിനാക്കുകാരന്മാരായ
കരിനാക്കിന് വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറഞ്ഞാൽ അതുപോലെ ഫലിക്കുമെന്ന് പറയില്ലേ. അപ്പോൾ മീഡിയ വണ്ണും മാധ്യമവും ജമാഅത്ത് ഇസ്ലാമിയും കരിനാക്കെടുത്ത് എപ്പോഴും സമസ്തയും ഈ ലീഗും തമ്മിൽ ഇതെന്തൊരു സ്നേഹമാണെന്ന് ചോദിക്കുമ്പോൾ അതിന് റിവേഴ്സായിട്ട് സംഭവിക്കും. അങ്ങനെയാണല്ലോ ഈ കണ്ണന്മാർ, കണ്ണികൾ, കരിനാക്കുകാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാണത്രേ ഈ ഭിന്നത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എത്രമേൽ സ്നേഹിക്കണമെന്ന് പരസ്പരം തോന്നിയാലും ഈ കരിനാക്കും കണ്ണന്മാരും ജീവിച്ചിരിക്കുന്നിടത്തോളം നടക്കത്തില്ലെന്നാണ് അമ്പലക്കടവിൻ്റെ ഗുണ്ട്. ആ ഗുണ്ട് ജന്മഭൂമിയും ദേശാഭിമാനിയും വലിയ പ്രാധാന്യത്തോടെ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായതുകൊണ്ട് എന്നാൽ പിന്നെ അമ്പലക്കടവൻ അറുത്തിറച്ചി തങ്ങൾ കറി വെച്ചേക്കാമെന്ന് കരുതി. അത് മൂന്നാമത്തെ ഗുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗുണ്ടുകൾ ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി വരും ദിവസവും. ഈ 3 ഗുണ്ട് മനോഹരമാണ്, അതുകൊണ്ടാണ് പങ്കുവച്ചത്.